ചിറകുമുളച്ച നാൽക്കാലികൾ, മഞ്ഞച്ചായം പൂശിയിട്ടുള്ള ഒരു കാനീസ് രഹസ്യം. ലോകമെമ്പാടുമുള്ള പ്രകൃതി സ്നേഹികളുടെയും പക്ഷിപ്രേമികളുടെയും പ്രിയപ്പെട്ട ഒരു കൊച്ചു പക്ഷിയാണ് കനേറി എന്നത്. മനോഹരമായിട്ടുള്ള ശബ്ദത്തിൽ പാട്ടുപാടുന്ന, മഞ്ഞയും പച്ചയും കലർന്ന ആകർഷകമായിട്ടുള്ള നിറമുള്ള ഈ പക്ഷികളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ആദ്യം ഓടിയെത്തുക അവയുടെ മനോഹാരിത തന്നെയാണ്. എന്നാൽ കനേറി എന്ന പക്ഷിയുടെ പേരിന് പിന്നിൽ കൗതുകകരമായിട്ടുള്ള ഒരു ചരിത്രമാണ് ഉള്ളത്. മാത്രമല്ല, ഒരു പക്ഷിയുടെ പേരിൻ്റെ ഉത്ഭവം മനം മായ്ക്കുന്ന ഒരു പക്ഷികളിൽ നിന്നല്ല എന്നുള്ളതാണ്. മറിച്ച് മനുഷ്യൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ജീവി എന്നറിയപ്പെടുന്ന പക്ഷികളിൽ നിന്ന് തന്നെയാണ് വസ്തുത എന്നുള്ളതാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള കനേറി ദ്വീപുകളാണ് ഈ പക്ഷികളുടെ യഥാർത്ഥ ആവാസ കേന്ദ്രം എന്ന് പറയുന്നത്. വസന്തത്തിൻ്റെ ഒരു നാട് എന്നറിയപ്പെടുന്ന ഈ ദ്വീപ സമൂഹം എന്ന് പറയുന്നത് അതിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ കൊണ്ടും കാലാവസ്ഥ കൊണ്ടും പണ്ട് മുതലേ സഞ്ചാരികളെ ആകർഷിച്ചിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ചരിത്ര രേഖകൾ പ്രകാരം ഈ ദ്വീപുകളിൽ പണ്ട് കാലത്ത് വലിയ വലിപ്പമുള്ള ധാരാളം പട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ദ്വീപിലെ പ്രാദേശിക നിവാസികൾ ഈ പട്ടികളെ വളരെയധികം സ്നേഹിക്കുകയും അവയെ ഒരു ദൈവത്തെ പോലെ ആരാധിക്കുകയും ചെയ്തു. ഈ ദ്വീപിന് വാസ്തവത്തിൽ കനേറി എന്ന പേര് ലഭിച്ചത് തന്നെ പട്ടികളുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നതാണ് ഏറ്റവും വലിയ ഒരു ചരിത്ര സത്യമെന്ന് പറയുന്നത്. ലാറ്റിൻ ഭാഷയിൽ പട്ടിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കാൻസ് എന്ന വാക്കിൽ നിന്നാണ് കനേറി എന്ന പേര് രൂപപ്പെട്ടത് തന്നെ. പട്ടികളുടെ ഈ ദ്വീപ് എന്ന അർത്ഥം വരുന്ന കനേറിയൻ ഇൻസുല എന്ന ലാറ്റിൻ പ്രയോഗമാണ് പിന്നീട് കനേറി എന്ന അർത്ഥം വരുന്ന ഒരു രീതിയിലേക്ക് മാറിയത്. ദ്വീപുകളായിട്ട് മാറിയതിനു ശേഷം ചരിത്രകാരനായിട്ടുള്ള പ്ലീനിയുടെ രേഖകളിലും ഈ ദ്വീപുകളെ കുറിച്ചിട്ട് ഭീമാകാരന്മാരായിട്ടുള്ള പട്ടികളെക്കുറിച്ച് വ്യക്തമായിട്ട് പരാമർശിക്കുന്നുണ്ട്. മാത്രമല്ല, 15-ാം നൂറ്റാണ്ടിൽ ഈ ദ്വീപുകളിലേക്ക് യൂറോപ്യന്മാരും അതേപോലെ തന്നെ സ്പാനിഷ് പര്യവേഷകരും എത്തിച്ചേർന്നതോടു കൂടിയിട്ടാണ് ഈ കഥയ്ക്ക് ഒരു പുതിയ വഴിത്തിരിവുണ്ടാകുന്നത്. ദ്വീപിൽ പര്യവേഷണം നടത്തിയ ഇവർ അവിടെ മനോഹരമായിട്ട് പാട്ടുപാടുന്ന ഒരു ചെറിയ ഇനം പക്ഷികളെ കണ്ടെത്തുകയുണ്ടായി. മഞ്ഞയും പച്ചയും കലർന്ന നിറമുള്ള ആ പക്ഷികളുടെ ഈണം അത് കേട്ട് ആകർഷകരായിട്ടുള്ള പര്യവേഷകർ അവ കണ്ടെത്തിയ ദ്വീപിൻ്റെ പേര് തന്നെ ആ പക്ഷികൾക്കും നൽകാൻ തീരുമാനിച്ചു. മാത്രമല്ല, അങ്ങനെ ആ ദ്വീപിൻ്റെ പേരായിട്ടുള്ള കനേറി എന്നത് ആ മനോഹരമായിട്ടുള്ള പക്ഷികളുടെയും പേരായിട്ട് മാറുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഒരു നായയുടെ പേരിൽ നിന്നും ദ്വീപിനും ആ ദ്വീപിൻ്റെ പേരിൽ നിന്ന് ഒരു പക്ഷിക്കും പേര് ലഭിച്ച ഈ ചരിത്രം ഭാഷാശാസ്ത്രത്തിലും അതേപോലെ തന്നെ പ്രകൃതി പഠനത്തിലും എല്ലാം തന്നെ വലിയൊരു അത്ഭുതമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യൻ്റെ അരുമകളായി ജീവിക്കുന്ന ഈ പക്ഷികളിൽ മഞ്ഞ നിറമുള്ള കനേറി പക്ഷികളാണ് ലോകമെമ്പാടും ഏറെ പ്രശസ്തമായിട്ടുള്ളത്. ഇന്ന് ഈ പക്ഷികളുടെ നിറം ആഗോളതലത്തിൽ തന്നെ ഒരു പ്രത്യേക വർണ്ണമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. കനേറി മഞ്ഞ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സവിശേഷ നിറം തന്നെ ഇന്ന് ഈ ലോകത്തുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇംഗ്ലീഷിലെ പല വാക്കുകളുടെയും ഉത്ഭവം എന്ന് പറയുന്നത് അത് പരിശോധിച്ചാൽ അവയ്ക്ക് ഈ നായ സംസ്കാരവുമായിട്ട് ആഴത്തിൽ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നായകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാൻ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന കനൈൻ എന്ന വാക്കും നായ്ക്കളെ പാർപ്പിക്കുന്ന കൂടിനെ സൂചിപ്പിക്കുന്ന കെന്നൽ എന്ന വാക്കും ഇത്തരത്തിൽ രൂപപ്പെട്ടവയാണ്. ലാറ്റിൻ പദമായിട്ടുള്ള കാനിസ് എന്ന വാക്കിൽ നിന്ന് തന്നെയാണ് ഈ പദങ്ങളും ഭാഷയിലേക്ക് കടന്നു വന്നത് എന്നുള്ളതാണ് വാസ്തവത്തിൽ സത്യമെന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, കനേറിയൻ ദ്വീപുകളുടെ ചിഹ്നങ്ങളിലും ചരിത്രത്തിലും ഇന്നും നായ്ക്കൾക്ക് വലിയ സ്ഥാനമുണ്ട് എന്നുള്ളതാണ്. ദ്വീപിൻ്റെ ദേശീയ പതാകയിലും ഔദ്യോഗിക മുദ്രയിലും 2 വശങ്ങളിലായിട്ട് കാവൽ നിൽക്കുന്ന നായ്ക്കളുടെ ഒരു ചിത്രം കാണാൻ സാധിക്കും. മൃഗങ്ങളോടുള്ള ആദരവും അതേപോലെ തന്നെ സ്നേഹവും ഒരു നാടിൻ്റെയും പിന്നീട് ഒരു പക്ഷിയുടെയും പേരായി മാറിയിട്ടുള്ള ചരിത്രവുമാണ് കനേറിയുടേത്. മാത്രമല്ല, പ്രകൃതിയിലെ ജീവജാലങ്ങൾ പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണിത്.
ഇന്ന് ലോകമെമ്പാടുമുള്ള വീടുകളിൽ കൂട്ടിലിട്ട് വളർത്തുന്ന ഏറ്റവും പ്രിയമായിട്ടുള്ള അരുമ പക്ഷികളിലൊന്നാണ് കനേറി എന്ന വിഭാഗവും. അവയുടെ മധുരമുള്ള ശബ്ദവും ചടുലമായിട്ടുള്ള ചലനങ്ങളും മനുഷ്യർക്ക് എന്നും സന്തോഷം നൽകുന്നവയാണ്. എന്തിനു പറയുന്നു, നമ്മൾ ഖനികളിൽ വിഷവാതകങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ പണ്ട് കാലത്ത് ഈ പക്ഷികളെ തൊഴിലാളികൾ കൂടെ കൂട്ടിയിരുന്നു എന്നുള്ളതാണ് എന്നതും ഇവയുടെ ഒരു ചരിത്രത്തിലെ മറ്റൊരു പ്രധാന ഏടായിട്ടാണ് കണക്കാക്കുന്നത്. ജീവൻ രക്ഷകരായിട്ടും അതേപോലെ തന്നെ വിനോദോപാധിയായിട്ടും ഇവ മനുഷ്യരോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ചുരുക്കത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന കനേറി എന്ന മഞ്ഞക്കിളിയുടെ പേരിന് പിന്നിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വലിയ കഥയുണ്ട്. ഒരു നായയുടെ ലാറ്റിൻ നാമത്തിൽ തുടങ്ങി സ്പാനിഷ് കപ്പലുകളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ ലോകമെമ്പാടുമുള്ള പക്ഷികളുടെ ലോകത്ത് അമരത്വം നേടിയ കനേറി എന്ന പേര് പ്രകൃതിയുടെ ഒരു വിസ്മയം തന്നെയാണ്. നായയിൽ നിന്ന് ദ്വീപിനും ദ്വീപിൽ നിന്ന് പക്ഷിക്കും കിട്ടിയ ഈ പേര് പ്രകൃതിയിലെ കൗതുകങ്ങളുടെ എണ്ണമറ്റ ഉദാഹരണങ്ങളിൽ ഒന്നായിട്ട് മാറി നിൽക്കുന്നു എന്നുള്ളതാണ്.